ക്ഷേത്രങ്ങളിൽ സാധാരണയായി നടത്തുന്ന ദീപാരാധനകളെപ്പറ്റിയും അത് തൊഴുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ദീപങ്ങൾ കൊണ്ടുള്ള ആരാധനയാണ് ദീപാരാധന എന്ന് പറയുന്നത്. താന്ത്രികമായും മാന്ത്രികമായും വൈദിക കർമ്മങ്ങളിലൂടെ സകല ചൈതന്യവും ഭഗവത് പാദത്തിലേക്ക് അർപ്പിക്കുകയാണ് ദീപാരാധനയുടെ മുഖ്യമായ ലക്ഷ്യം. പ്രധാനപ്പെട്ട ദീപാരാധനകൾ നടത്തുന്നത് അലങ്കാര ദീപാരാധന, പന്തീരടി ദീപാരാധന, സന്ധ്യാ ദീപാരാധന, അത്താഴപൂജ ദീപാരാധന എന്നിങ്ങനെയാണ്. അപ്പം ഇത് തൊഴുന്നത് വഴി ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അലങ്കാര ദീപാരാധന എന്ന് പറയുന്നത് രാവിലെ അഭിഷേകം നടത്തിയതിന് ശേഷം ദേവനെ അലങ്കരിച്ച് ത്രിമധുരം നേദിച്ചതിന് ശേഷം നടത്തുന്ന ദീപാരാധനയാണത്. ഈ ദീപാരാധന നമ്മൾ തൊഴുന്നത് വഴി മുൻ ജന്മത്തിലുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറുമെന്നാണ് വിശ്വാസം. അടുത്തതായിട്ട് ഉഷപൂജ ദീപാരാധനയാണ്. ഉഷപൂജയുടെ അന്ത്യത്വം നടത്തുന്ന ഈ ദീപാരാധന തൊഴുന്നത് വഴി വിദ്യാവിജയവും ഉദ്യോഗലബ്ധിയും ലഭിക്കുന്നു. എതിർത്ത പൂജ ദീപാരാധന ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പൂജയാണ് എതിർത്ത പൂജ ദീപാരാധന എന്ന് പറയുന്നത്. ഇതിൻ്റെ സമാപന വേളയിൽ നടത്തുന്ന ദീപാരാധന ദർശനം കൊണ്ട് രോഗശാന്തിയും ആരോഗ്യസിദ്ധിയും ഉണ്ടാകുന്നു. അടുത്തതായിട്ട് പന്തീരടി പൂജ ദീപാരാധനയാണ്. പന്തീരടി പൂജയ്ക്ക് ഒടുവിൽ നടത്തുന്ന ഈ ദീപാരാധന ദർശിച്ചാൽ ഐശ്വര്യ സമൃദ്ധിയും ദാരിദ്ര്യ ശാന്തിയും ധനലബ്ധിയും ലഭിക്കുന്നു. ഉച്ചപൂജ ദീപാരാധന ഉച്ചയ്ക്ക് ശേഷം ദേവന് അർപ്പിക്കുന്ന ദീപാരാധനയാണിത് ഉച്ച ദീപാരാധന. ഈ ദർശനം നമുക്ക് സർവ്വപാപങ്ങളും മാറ്റുന്നു എന്നാണ്. ഇനി അടുത്തതായിട്ട് സന്ധ്യാനേരത്തുള്ള പൂജയ്ക്ക് ശേഷം നടത്തുന്ന ദീപാരാധനയാണ്. ഈ ദീപാരാധന തൊഴുന്നത് വഴി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. അവസാനത്തേത് അത്താഴപൂജ ദീപാരാധനയാണ്. അത്താഴപൂജ നടത്തിയതിന് ശേഷം നടത്തുന്ന ഈ ദീപാരാധന ദർശന പുണ്യം ലഭിച്ചാൽ ദാമ്പത്യ സൗഖ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദീപാരാധനകളൊക്കെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുക. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.